5 മാസത്തിന് മുമ്പാണ് വന്നത് മാഡം. പിന്നെ അതങ്ങ് കൂടി വന്നു. യൂട്യൂബിലാണ് കണ്ടത് പുനർജന ആയുർവേദ ആശുപത്രിയെക്കുറിച്ച്. നല്ല ട്രീറ്റ്മെന്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. കോൾ ചെയ്ത് ചോദിച്ചപ്പോൾ ബയോപ്സി ടെസ്റ്റ് എടുത്തിട്ട് ആസ്പത്രിയിലേക്ക് വരാൻ പറഞ്ഞു. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ആദ്യമായിട്ട് ക്യാൻസർ വന്നപ്പോൾ ഇവരെങ്ങനെ നേരിട്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, പേരെന്താണ്? നാഗഭൂഷൺ. എവിടെ നിന്നാ വരുന്നത്? നെയ്ക്കാറമർ. എത്ര വയസ്സുണ്ട് സർ? 49. ഓക്കെ സർ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? സർ, ഇതിന് ഓറൽ ക്യാൻസർ എന്നാ പറയുന്നത്. ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് വായിലുണ്ടാവുന്ന ക്യാൻസർ ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കിയത്? സാധാരണയായി കണ്ടുവരുന്ന കുമിള പോലെ വന്നു, പിന്നെ അത് വലുതായി വരികയായിരുന്നുണ്ടായത്. കുമിള പോലെയാണല്ലേ വന്നത്? അങ്ങനെ തന്നെ. എത്ര നാളത്തേക്ക് ഉണ്ടായിരുന്നു സർ? ഒരു 5 മാസം. ഓക്കെ സാർ, ഇതിന് 5 മാസത്തില് നിങ്ങൾ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ സർ? നോർമൽ മെഡിസിൻ ഒക്കെ എടുത്തായിരുന്നു. 5 മാസത്തിന് മുമ്പാണ് വന്നത് മാഡം. പിന്നെ അതങ്ങ് കൂടി വന്നു. അങ്ങനെ ബയോപ്സി എടുത്ത് നോക്കിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് പുനർജന ആയുർവേദ ഹോസ്പിറ്റൽ നല്ല ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ കോൾ ചെയ്ത് ചോദിച്ചത്. അപ്പൊ ബയോപ്സി ടെസ്റ്റ് എടുത്തിട്ട് ആസ്പത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ബയോപ്സി എടുത്തിട്ട് അതിന്റെ റിപ്പോർട്ടുമായിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഓക്കെ സർ, ഇതിനു മുമ്പ് നിങ്ങളുടെ ഫാമിലിയില് മറ്റാർക്കെങ്കിലും ഇതുപോലെ അസുഖം വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും വന്നിട്ടില്ല. ഓക്കെ സർ, എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ? സ്മോക്കിംഗ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഗുഡ്ക കഴിച്ചായിരുന്നു. ഗുഡ്ക. ഓക്കെ, അതുകൊണ്ട് വന്നെന്നാണോ വിചാരിക്കുന്നത് നിങ്ങൾ? അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ആദ്യം 5 മാസം മുമ്പ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഓപ്പറേഷൻ ഒന്നും വേണ്ട, ഇവിടെ വന്നാല് ട്രീറ്റ്മെന്റ് കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് അറിഞ്ഞത്. ഓക്കെ സർ, മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. അസുഖം ഭേദമായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ സർ, താങ്ക് യു.